ആ സമയത്ത് കുറച്ച് പേരേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് നമ്മുടെ കപ്പലിൻ്റെ മുക്കിൽ നിന്ന് കടപ്പാക്കടയ്ക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ അങ്ങെത്തുമ്പോൾ തീ ജസ്റ്റ് കത്തി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്ക് തീ ഭയങ്കരമായ കത്തി അങ്ങ് വഷളായി. പക്ഷേ ഞാൻ വരുന്ന സമയത്ത് ആ സ്ത്രീയിലേക്ക് തീ സ്റ്റാർട്ട് ചെയ്തു. അവർ ആ ഡോർ തുറന്ന് മറിഞ്ഞു വീഴുന്നു. നമ്മൾ ഓടി അടുക്കുന്നെങ്കിലും നമുക്ക് പേടി മാത്രമല്ല, തീയുടെ ശക്തി കാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കൂടുതലങ്ങ് അടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഭയപ്പെട്ടു പോയി. എങ്കിലും നമ്മുടെ നിസ്സഹായനായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കാണാനല്ലാതെ മറ്റൊരു മാർഗ്ഗം നമുക്കില്ലായിരുന്നു. അത് എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്ന് ആ സമയത്ത് നമുക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല. ചേട്ടൻ നോക്കുമ്പോൾ ഈ കാറിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങുന്നോ മറ്റെന്തെങ്കിലും കണ്ടിരുന്നോ? നമ്മൾ ടോട്ടലി ഇവിടെ കണ്ടത് 3 പേരാണ് ആ സമയത്ത്. അതിനകത്ത് ഒരാൾ പരാക്രമത്തോടു കൂടി ഫോൺ വിളിച്ചിട്ടാ പെട്ടെന്ന് വാ, അവൾ തീർന്നടാ എന്നുള്ള മട്ടിൽ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു. ആ സ്ത്രീ ആണെങ്കിൽ ഉടനെ ആ ഡോറ് തുറന്ന് അങ്ങ് മറിഞ്ഞ് വീഴുന്നു. തീ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഒരു മനുഷ്യനും കൂടി ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ പിന്നെ ഞങ്ങൾ കണ്ടതുമില്ല. കാരണം നമ്മളിപ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ഇവരെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഫ്രണ്ട് ഭാഗത്തു നിന്ന് ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് ആ തീ സ്റ്റാർട്ടിങ്ങിലായിരുന്നെങ്കിൽ നമുക്ക് അടുക്കായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പെട്ടെന്ന് കത്തി ശബ്ദത്തോട് കൂടിയിട്ട് അല്ല, ആ തീ കത്തുന്ന സമയത്ത് വലിയ ശബ്ദമല്ല. പിന്നെ ഞാൻ ഇവിടേക്ക് എത്തി, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ ഗ്ലാസ് പൊട്ടുന്നതിൻ്റെയൊക്കെ ശബ്ദങ്ങളാണ്. അല്ലാതെ വിളിച്ച് പറഞ്ഞ ആൾ അപ്പോഴത്തേന് ഓടുകയോ അല്ലെങ്കിൽ അല്ല, വിളിച്ച് പറഞ്ഞ ആൾ എൻ്റെ കൂടെ തന്നെ, ഞാൻ അദ്ദേഹവും ഞാനും കൂടിയാണ് പിന്നെ ഓടി ഇവിടേക്ക് അടുക്കുന്നു. പ്രായമുണ്ടോ ആ പറഞ്ഞ ഫോൺ ചെയ്ത ആൾക്ക്? എത്ര പ്രായമുണ്ടോ? ഏകദേശം ഒരു 10, 35, 38 വയസ്സ് ആ ഒരു റേഞ്ച് ആയിരിക്കാം കണ്ടിട്ട്. ഞാൻ ആ പെട്ടെന്ന് ഓർമ്മയാണ് പറയുന്നത്. പിന്നെ നമ്മളവരെയൊന്നും നോക്കുന്നില്ല. നമ്മളെങ്ങനെയെങ്കിലും അവരെ സംരക്ഷിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഓർക്കുന്നുള്ളൂ. ഞാൻ കണ്ടത് ആ ഭാഗത്തുണ്ടായിരുന്ന ടോട്ടലി 3 പേര് ആയിരിക്കാം. എന്തായാലും ടോട്ടലി 3 പേര്. ഒമിനി കാറിലാണോ ആൾട്ടോയിലാണോ എന്നുള്ളതല്ല, ടോട്ടലി 3 പേരാണ് ഞാൻ ആ സമയത്ത് അവിടെ കാണുന്നത്. ഒരാളതിനകത്ത് പരാക്രമത്തോടു കൂടി ഓടി വരുന്നു. മറ്റൊരു പുരുഷൻ ആ ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെ ശ്രദ്ധിച്ചതുമില്ല. ഏകദേശം ഒരു 8:45, 8:45, 8:50 ആ ഒരു റേഞ്ച്. പോലീസ് ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി. അപ്പോഴേക്ക് ഏകദേശം കത്തി. നമ്മളും വിളിക്കുന്നു, എല്ലാവരും വിളിക്കുന്നു. ഏകദേശം ആളൊക്കെ കൂടി. പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സ് വന്നു സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പോലീസും എല്ലാം ഇട്ടു. ഫയർഫോഴ്സിൻ്റെ വാഹനത്തിലാണ് പോലീസ് വന്ന് കസ്റ്റഡിയിലെടുത്തപ്പോൾ അത് ഈ രണ്ടുപേരും തമ്മിൽ വഴക്കായിട്ടാണ് വന്നതെന്നാണ് പറയുന്നത്. 8:45 ആയപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. ആരോ ഇറങ്ങി പോയെന്ന് പറഞ്ഞു. ആരാണെന്ന് നമുക്കും വ്യക്തതയില്ല. രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ നമുക്ക്. അല്ല, വേറെ ആളുകൾ ആർക്കും അടുക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം തീയായിരുന്നു. വലിയൊരു ശബ്ദത്തോട് കൂടിയിട്ട് തീ വലിയ ശബ്ദമായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ വലിയ ശബ്ദമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിസ്സഹായരായി നോക്കിയത്. അത്രത്തോളം തീ ഉയരുകയായിരുന്നു.